കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തി. യാക്കര സുമംഗലി ഓഡിറ്റോറിയത്തിൽ ആലത്തൂർ എംഎൽഎ ടി.എം. ശശി ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം എക്സൈസ് വകുപ്പിന്റെ ഗുണവും ദോഷവും ഒരുപോലെ തന്നെ അനുഭവിക്കുന്നവരാണ് ഈ നാടിന്റെ പൊതുവായ രൂപം. എക്സൈസ് വകുപ്പിനെ കുറിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഞാനിപ്പോൾ അങ്ങോട്ട് അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പോലീസ് എന്നത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. 50,000-ലധികം 55,000-ഓളം ആളുകൾ ഈ സംസ്ഥാനത്ത് ആകുന്നുണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ എനിക്ക് തോന്നുന്നു 10% ഉണ്ടാവുള്ളൂ നമ്മുടെ സ്ട്രെങ്ത് എന്ന് തോന്നുന്നു. ഈ വരുന്ന 10%-ഓളം അല്ലെങ്കിൽ 5,000-ഓ 6,000-ഓ വരുന്ന എണ്ണത്തിന്റെ കാര്യക്ഷമത ഇല്ലായ്മ ഉണ്ടായാൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഈ നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ജനപ്രതിനിധികളായ പൊതുവെ യുവജന രംഗത്തെല്ലാം പ്രവർത്തിച്ച് തൊട്ടു മുമ്പ് യുവജന പ്രവർത്തനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവസാനിപ്പിച്ചിട്ടാണെന്നുള്ളതിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളവർ എക്സൈസ് വകുപ്പിൽ ചുമതലക്കാരാവട്ടെ, ആ വകുപ്പിന് ഏതൊരു വകുപ്പിനെയും അല്ലെങ്കിൽ ഏതൊരു അംഗങ്ങളെയും അവരുടെ കൃത്യമായ ഇടപെടലും അവരുടെ ഉത്തരവാദിത്വവും കടമയും എല്ലാം നിർവഹിക്കാൻ നേതൃത്വപരമായി പങ്കുവയ്ക്കുന്നവരാണല്ലോ സംഘടന. ആ നിലയിൽ എക്സൈസ് വകുപ്പിനെ, അതിന്റെ ജീവനക്കാരെ ആ നിലയിലേക്ക് മാറ്റുന്നതിൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ വഹിക്കുന്ന പങ്കും ചെറുതല്ല. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി സുഭാഷ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എം മഹേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി.എൻ. സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ.ആർ. നികീഷ്, വിമുക്തി മാനേജർ എസ്. സജീവ്, കെ. സന്തോഷ് കുമാർ, അനിൽകുമാർ, ഫൈസൽ, ഉഷ, അജിത്, കെ.പി. സുധീർ, മുഹമ്മദ് ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംഘടനാ റിപ്പോർട്ട് കെ. സന്തോഷ് കുമാർ അവതരിപ്പിച്ചു. പി. മഹേഷ് പ്രവർത്തന റിപ്പോർട്ടും സി. സനോജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹി തിരഞ്ഞെടുപ്പും ഭാരവാഹികൾക്ക് അനുമോദനവും നടത്തി. ജില്ലാ സെക്രട്ടറി വി. മഹേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി. ലിസി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.